ഇന്നലെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡ് ഒരു തിരിവിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരു സഹോദരി ഒരു പുതിയ കാറെല്ലാം വാങ്ങിയിട്ട് അവരത് ഓടിച്ച് പഠിക്കുന്നതേ ഉള്ളൂ. തൊട്ടു മുന്നിലൊരു ഓടയാണ്. പിന്നിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഹോൺ അടിക്കുമ്പോൾ ആ സഹോദരി ആകെ ആ വണ്ടിയുടെ ഉള്ളിൽ വേർത്തുപോയി. കാരണം പിറകിലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ ആ ഓടയിലേക്കാണ് അതിൻ്റെ ടയറുകൾ മുൻപോട്ട് പോകുന്നത്. പിറകിൽ നിന്ന് ശക്തമായ ഹോണടികൾ വന്നപ്പോൾ അവരാകെ വിയർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. നാം മനസ്സിലാക്കേണ്ട നമ്മുടെ സമൂഹം എല്ലാ മനുഷ്യരും എന്ത് ചെയ്യണമെന്നുള്ളതല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ ഉള്ളിൽ, പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല, ഒരാൾ അയാളുടെ വിശ്വാസം പൂർണ്ണമാണ്, എൻ്റെ വിശ്വാസം 100% സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരാൾ, ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ആ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ പ്രായമായ ഉപ്പയാണ്, അല്ലെങ്കിൽ അതെൻ്റെ മകളാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത് ഹോണടിക്കാനും അതുപോലെ തന്നെ ഒരു തിരക്കും ഉണ്ടാവില്ല എങ്കിലും വണ്ടിയുടെ ഉള്ളിൽ ഹോൺ അടിക്കുക, അതുപോലെ നമ്മൾ ഭയങ്കര വെപ്രാളം കാണിക്കുക, എവിടേക്കാണ് ഈ പോക്ക് സഹോദരങ്ങളെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും അവിടെയൊക്കെ ഒരു ക്ഷമയുണ്ടാകുമ്പോൾ, അവിടെയൊക്കെ ഒരു കരുണയുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഹമു മംഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ, എങ്കിൽ ഇർഹമുക്കും മംഫിസ്സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമ്മുടെ മുന്നിലുള്ള സഹജീവികളോടും സമസൃഷ്ടികളോടും ഒരു മനുഷ്യൻ അവരെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, കാണാൻ കഴിയാത്ത ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നമുക്കെങ്ങനെ കാണാൻ കഴിയും? റബ്ബിനെ കാണുന്ന ഒരു മനുഷ്യൻ അയാളുടെ അനക്കത്തിലും അടക്കത്തിലും ഞാൻ കാരണം മറ്റൊരു മനസ്സ് പിടയേണ്ടി വരരുത്, ഞാൻ കാരണം മറ്റൊരാൾ വിയർക്കേണ്ടി വരരുത്, ഞാൻ കാരണം മറ്റൊരാൾ നൊമ്പരപ്പെടേണ്ടി വരരുത്, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ചില പിഴവുകളൊക്കെ ഉണ്ടായാലും ഞാൻ കാരണം മറ്റൊരാളും വിഷമിക്കേണ്ടി വരരുത് എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്.